നമസ്കാരം. ലിറ്റിൽ സ്കോളർ ഇൻ സപ്പോർട്ട് വിത്ത് മലർവാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. വിജ്ഞാനത്തിൻ്റെയും വിസ്മയത്തിൻ്റെയും മേഖല ലിറ്റിൽ സ്കോളർ. ആ ലിറ്റിൽ സ്കോളറിൻ്റെ പ്രാഥമിക മത്സരത്തിലെ ഒരു ഘട്ടം കഴിഞ്ഞു. കഴിഞ്ഞ 7 എപ്പിസോഡുകളിലായി ഒരു കൂട്ടം കുട്ടികളും നമ്മളും ഒരുമിച്ചുണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് 4 കുട്ടികൾ, അതായത് 2 ഗ്രൂപ്പ് പിരിഞ്ഞുപോയി. 2 ഗ്രൂപ്പ് അടുത്ത മത്സരത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പ്രാഥമിക ഘട്ടത്തിലെ 2ാമത്തെ മത്സരം തുടങ്ങുകയാണ്. ഇന്ന് പുതിയ കുട്ടികളാണ് വേദിയിലേക്ക് വരുന്നത്. ആ കുട്ടികളെ, ആ കുഞ്ഞുങ്ങളെ നമുക്ക് സ്നേഹത്തോടു കൂടി 1000 കയ്യടിയോടുകൂടി നമുക്ക് സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. മലർവാടി ബാലസംഘം കേരളത്തിലുടനീളം നടത്തിയിട്ടുള്ള എഴുത്ത് പരീക്ഷയിൽ വിജയിച്ച 2 ലക്ഷത്തിലധികം കുട്ടികളിൽ നിന്നും തിരഞ്ഞെടുത്ത, അരിച്ചെടുത്ത 32 കുട്ടികൾ. ആ കുട്ടികളിൽ 8 പേരാണ് ആദ്യത്തെ ഇന്നത്തെ റൗണ്ടിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. അവരെ നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. അതോടൊപ്പം അവരെ നമുക്ക് പരിചയപ്പെടാം. ലൈറ വിഷ്ണു പ്രസാദ് MD സെമിനാരി HSS കോട്ടയം. അബ്ദുൽ സുബാൻ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ തീക്കോയ് കോട്ടയം. കെനോപ്പസ് ഗോവർദ്ധൻ D ജവഹർ നവോദയ വിദ്യാലയ ചെന്നിത്തല ആലപ്പുഴ. അപർണ AS VHSS മുതുകുളം ആലപ്പുഴ. ലിയോ ഹാമി ഷിറിൻ ഷാജഹാൻ മൗണ്ട് ടാബോർ ഗേൾസ് ഹൈസ്കൂൾ പത്തനാപുരം കൊല്ലം. ദേവി നിലീന PS GHSS അഞ്ചൽ വെസ്റ്റ് കൊല്ലം. ജെമിനി മുക്താർ A സമദ് ഇലാഹിയ പബ്ലിക് സ്കൂൾ മൂവാറ്റുപുഴ എറണാകുളം. അനൽ K അച്ചു MA HSS നെടുമ്പാശ്ശേരി എറണാകുളം. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾ ലിറ്റിൽ സ്കോളർ സാധാരണ കാണുന്നതാണല്ലോ അല്ലേ? ഹാമി മുമ്പ് പങ്കെടുത്തിട്ടുണ്ട് ഇതിനകത്ത് അല്ലേ? വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തുവാനുള്ള കഠിനമായിട്ടുള്ള ശ്രമം. കൺഗ്രാജുലേഷൻസ്. ഓക്കെ, ഹാമി എന്ത് പറയുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ്പീരിയൻസ്? ഇവർക്കെല്ലാം ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ്പീരിയൻസ് ശരിക്കും രസകരമായിരുന്നു. എല്ലാ രീതിയിലും സ്വാധീനിച്ച ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് മുന്നിൽ നിന്ന് ഒരു സദസ്സിന് മുമ്പിൽ നിന്ന് സംസാരിക്കാനൊക്കെ ഉള്ള പേടിയൊക്കെ വളരെ സ്ട്രോങ് ആയി അല്ലേ? ലിറ്റിൽ സ്കോളറിൽ വന്നു വളരെ പവർഫുള്ളായി, വളരെ സ്ട്രോങ് ആയി. ദാറ്റ്സ് നൈസ്. അപ്പോൾ വീണ്ടും നിങ്ങളൊക്കെ കേൾക്കേണ്ടത് ഇതാണ്. വീണ്ടും നിങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിക്കുവാനും എവിടെ നോക്കി സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെയുള്ള പാഠമാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. നിങ്ങളെപ്പോലെയുള്ള നല്ല ചുറുചുറുക്കുള്ള കുട്ടികൾ നിങ്ങൾ പറയുന്ന ഉത്തരങ്ങൾ. എത്രയോ കുട്ടികൾ ഈ പരിപാടി കാണുന്ന സമയത്ത് അത് പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്നുണ്ട്. ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ, നിങ്ങൾ പറയുന്ന കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ എഴുതി വയ്ക്കുന്നുണ്ട്. അമ്മമാരും അച്ഛന്മാരും അത് കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്. അധ്യാപകർ അത് കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്. അതാണ് ലിറ്റിൽ സ്കോളർ എന്ന് പറയുന്ന ഈ പരിപാടിയുടെ ഏറ്റവും മികച്ച വിജയം. മനസ്സിലായില്ലേ? ഓരോ അച്ഛനും അമ്മയും ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് അവരവരുടെ കുട്ടികൾ എത്രമാത്രം പെർഫെക്റ്റ് ആക്കി വെക്കാം അല്ലേ? എത്രമാത്രം പൂർണ്ണതയിലെത്തിക്കാം എന്നുള്ളതാണ് ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം. മൈക്കലാഞ്ചലോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ സൃഷ്ടിക്കാനുള്ള അവസാന മിനുക്ക് പണികളിലായിരുന്നു. അത് കൊത്തി അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള ഭാഗങ്ങൾ ഓരോന്നും ശ്രദ്ധയോടുകൂടി അദ്ദേഹം കൃത്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പണ്ഡിതനായിട്ടുള്ള ഒരാൾ വന്നതിന് ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, ഇത്രമാത്രം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി എന്തിനാണ് നിങ്ങൾ ഇത്ര സമയം ചെലവഴിക്കുന്നത് എന്ന് ചോദിച്ചു. മൈക്കലാഞ്ചലോ അന്ന് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ചുമരിൽ എഴുതി വെക്കണം. എന്താണെന്നറിയാമോ? സ്മോൾ തിങ്സ് മേക്ക് പെർഫെക്ഷൻ, ബട്ട് പെർഫെക്ഷൻ ഈസ് നോട്ട് എ സ്മോൾ തിങ്. മനസ്സിലായോ? സ്മോൾ തിങ്സ് മേക്ക് പെർഫെക്ഷൻ. ചെറിയ കാര്യങ്ങളാണ് ഒരു കാര്യത്തെ പെർഫെക്ഷനിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാണ്. ആ ബോധം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് അത് എഴുതി വെക്കണം. ഒരു പേപ്പറിൽ എഴുതി ചുമരിൽ പതിക്കണം. അപ്പോൾ ഓരോ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഇന്നത്തെ ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ ആരംഭിക്കാം. ഇന്ന് നിങ്ങൾ പങ്കെടുക്കുന്ന ആദ്യത്തെ റൗണ്ട് ഉത്തരച്ചപ്പ്. ഉത്തരച്ചപ്പ് എന്ന് പറയുന്ന ഈ സെഗ്മെൻറ്റിൽ ഒരു ചെപ്പുണ്ട്. ആ ചെപ്പിനകത്ത് കുറേ ഉത്തരങ്ങളുണ്ട്. പക്ഷേ അതിനകത്ത് ഒരു ഉത്തരം മാത്രമാണ് ശരി. ആ ഉത്തരം ഏതാണ് എന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ധർമ്മം. സോ ഇന്നത്തെ ലിറ്റിൽ സ്കോളർ ഇവിടെ ആരംഭിക്കുന്നു. ആദ്യത്തെ ചോദ്യം വരുന്നത് ലിയോയിലേക്കാണ്. ലിയോ റെഡിയാണല്ലോ? ഓക്കെ, ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ രത്നം എന്നാണ് മണിപ്പൂർ അറിയപ്പെടുന്നത്. എന്നാൽ ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്നത് ഒരു ഭാഷയാണ്. ഏതാണ് ആ ഭാഷ? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: സംസ്കൃതം, ഉറുദു, ബംഗാളി, ഹിന്ദി. സംസ്കൃതം. മോളെ ആദ്യത്തെ ഉത്തരം തെറ്റിപ്പോയി.
ഉറുദുവാണ് ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന, കോഹിനൂർ രത്നം പോലെ സൂക്ഷിക്കുന്ന ഭാഷ ഉറുദുവാണ്. ഇന്ത്യയുടെ 6 സംസ്ഥാനങ്ങളിൽ ഈ ഉറുദു ഭാഷ ഔദ്യോഗിക ഭാഷയാണ്. ഡൽഹിയിലാണ് ഇത് രൂപം കൊണ്ടത് എന്ന് പറയപ്പെടുന്നുണ്ട്. പാകിസ്ഥാനിലെ ദേശീയ ഭാഷയാണ് ഉറുദു. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ് ഉറുദു. സോ ജെമിനി, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. നൊബേൽ സമ്മാനത്തിൻ്റെ മൂല്യം അറിയാത്തവരില്ല. 1901 ആൽഫ്രഡ് നോബലിൻ്റെ ചിന്തയിൽ നിന്ന് ഉടലെടുത്ത ഈ ലോകോത്തര ബഹുമതി 6 മേഖലയിലായാണ് നൽകി വരുന്നത്. എന്നാൽ ആരംഭകാലത്ത് 5 മേഖലകൾക്ക് മാത്രമേ നൊബേൽ സമ്മാനം നൽകിയിരുന്നുള്ളൂ. പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട 6ാമത്തെ മേഖല ഏതാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: രസതന്ത്രം, ഭൗതികശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, വൈദ്യശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രം. സോ കൺഗ്രാറ്റുലേഷൻസ്, സാമ്പത്തിക ശാസ്ത്രം പെർഫെക്റ്റ് ആൻസറാണ്. വെരി ഗുഡ്. 1968 മുതലാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അന്നുവരെ 5 മേഖലകൾക്ക് മാത്രമേ നൊബേൽ സമ്മാനം കൊടുത്തിരുന്നുള്ളൂ. അറിയാമല്ലോ ആരാണ് നൊബേൽ സമ്മാനത്തിൻ്റെ ഉപജ്ഞാതാവ്? ആരാണ്? ആൽഫ്രഡ് നോബലാണ്. ആൽഫ്രഡ് നോബലും ആൽബ്രിച്ച് നോബലും 2 സഹോദരങ്ങളായിരുന്നു. അവർ സ്വീഡനിലാണ് ജനിച്ചത്. അവരുടെ പിതാവിന് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് വന്ന സമയത്ത് അവർ റഷ്യയിലേക്ക് താമസം മാറ്റി. പക്ഷേ ഒരു പരീക്ഷണശാലയിൽ ഒരു പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി. അവിടെ 5 പേര് മരിച്ചു. അതിലൊരാൾ ആൽബ്രിച്ച് നോബലായിരുന്നു, അല്ലേ? അതിന് തുടർച്ചയായിട്ട് ആൽഫ്രഡ് നോബൽ ഒരുപാട് കാലം വല്ലാത്ത നിരാശതയിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം ആ നിരാശതയിൽ നിന്നും തിരിച്ചും വന്ന് അദ്ദേഹം ഡൈനാമിറ്റ് എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ചു. ഡൈനാമിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം വലിയ പണക്കാരനായി അദ്ദേഹം. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം ഈ നൊബേൽ സമ്മാനം കൊണ്ടുവന്നത്. ഒരു രസകരമായിട്ടുള്ള കാര്യം കൂടിയുണ്ട്. അദ്ദേഹം ഒരു ദിവസം പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് കാണുന്നൊരു വാർത്ത, ഡൈനാമിറ്റിൻ്റെ ഉപജ്ഞാതാവ് മരണത്തിൻ്റെ വ്യാപാരി അന്തരിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത അദ്ദേഹം വായിക്കുന്നു. സ്വന്തം വായിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹം നോട്ട് ചെയ്ത കാര്യം മരണത്തിൻ്റെ വ്യാപാരി എന്നുള്ളതാണ്. ഡൈനാമിറ്റ് കണ്ടുപിടിച്ച മരണത്തിൻ്റെ വ്യാപാരി. ആ ചിന്തയാണ് അദ്ദേഹത്തെ മാറ്റിമറിച്ച് കൊണ്ടുവന്ന് സമാധാനത്തിനുള്ള സമ്മാനം പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. സോ കനോപ്പസിലേക്കാണ് അടുത്ത ചോദ്യം വരുന്നത്. ഇന്ത്യയിലെ അറിയപ്പെടുന്ന പക്ഷിശാസ്ത്രജ്ഞരിൽ ഒരാളാണ് മലയാളിയായ ഇന്ദുചൂടൻ. ഇന്ദുചൂടൻ എന്നത് അദ്ദേഹത്തിൻ്റെ അപരനാമമാണ്. ഇനി പറയുന്നവയിൽ ഏതാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ഭാസ്കരൻ പിള്ള, MP ഭട്ടതിരിപ്പാട്, KK നീലകണ്ഠൻ, ഡോക്ടർ MS സ്വാമിനാഥൻ. KK നീലകണ്ഠൻ പെർഫെക്റ്റ് ആൻസറാണ്. കൺഗ്രാജുലേഷൻസ്. എന്ത് പറ്റി ഞെട്ടിപ്പോയത്? ഗസ് അടിച്ചതാണ്. എന്തായാലും ഗസ് അടിച്ചതാണെങ്കിൽ പോലും കറക്റ്റ് ആൻസറാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. KK നീലകണ്ഠൻ. ഞാൻ ഒരു 1-2 കാര്യങ്ങൾ ചോദിക്കുന്നു. ആരാണ് ഭാസ്കരൻ പിള്ള എന്ന് പറയുന്നത്? അറിയാമോ? തോപ്പിൽ ഭാസിയാണ് ഭാസ്കരൻ പിള്ള എന്ന് പറയുന്നത്. MP ഭട്ടതിരിപ്പാട് ആരാണ്? പ്രേംജി എന്ന് പറയുന്ന ഒരു സിനിമാ താരം, അല്ലേ? കേട്ടിട്ടില്ലേ നിങ്ങൾ? ഒരു വലിയ നാടക നടനും സിനിമാ താരവുമായിരുന്ന പ്രേംജി, അദ്ദേഹമാണ് MP ഭട്ടതിരിപ്പാട്. പിന്നീട് MS സ്വാമിനാഥൻ എന്ന് പറയുന്നത് മങ്കൊമ്പ് സമ്പശിവൻ സ്വാമിനാഥൻ, അദ്ദേഹമാണ് അത്. KK നീലകണ്ഠനാണ് ഇന്ദുചൂടൻ എന്ന പേര് അറിയപ്പെടുന്ന ആൾ. ഓക്കെ, ഓൾറൈറ്റ്. ഇനി ലൈറയിലേക്കാണ് ചോദ്യം വരുന്നത്. ലൈറ, ചോദ്യം ഇതാണ്. കേരളത്തിലെ മോശമായ ജാതി വ്യവസ്ഥ കണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളം ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞത്. 1893 ജന്മിത്വത്തെ എതിർക്കാനും താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും വേണ്ടി കേരളത്തിൽ നടന്ന പ്രസിദ്ധമായ ഒരു സമരമുറയാണ് വില്ലുവണ്ടി യാത്ര. ഈ സമരത്തിന് നേതൃത്വം നൽകിയ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: സഹോദരൻ അയ്യപ്പൻ, VT ഭട്ടതിരിപ്പാട്, K കേളപ്പൻ, അയ്യങ്കാളി. സഹോദരൻ അയ്യപ്പൻ. പ്രിയപ്പെട്ട സഹോദര, ഉത്തരം തെറ്റിപ്പോയി. അയ്യങ്കാളിയാണ് യഥാർത്ഥ ആൻസർ. വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത് വളരെ പ്രഗത്ഭമായിട്ടുള്ളൊരു സമരമായിരുന്നു, പ്രശസ്തമായിട്ടുള്ളൊരു സമരമായിരുന്നു. കല്ലുമാല സമരം എന്ന് പറയുന്ന സ്ത്രീ വിമോചനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ളൊരു സമരവും അയ്യങ്കാളി തന്നെ നയിച്ച സമരമാണ്. കേരളത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട്, അവരെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള സമരമാണ് വില്ലുവണ്ടി യാത്ര. അത് അയ്യങ്കാളിയാണ് നയിച്ചത്. ഇനിയും 4 ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ആ 4 ചോദ്യങ്ങളിൽ കിടക്കുന്നതിന് മുമ്പ് എ ലിറ്റിൽ ബ്രേക്ക്.
വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ബേബി വിത്ത് ലിറ്റിൽ സ്കോളർ ഇൻ സപ്പോർട്ട് വിത്ത് മലർവാടി. നമ്മുടെ 4 ചോദ്യങ്ങൾ കഴിഞ്ഞു അല്ലേ? ഇനി 4 ചോദ്യങ്ങൾ കൂടിയുണ്ട്. ആ 4 ചോദ്യങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത്. സോ ലിയോ, സെക്കൻഡ് ക്വസ്റ്റ്യൻസ് ടു യു. റെഡി? ഓക്കെ. ചോദ്യം ഇതാണ്. റേസ് യുവർ വോയിസ് നോട്ട് ദി സീ ലെവൽ. 2014 ഒരു അന്താരാഷ്ട്ര ദിനാചരണത്തിൻ്റെ സന്ദേശവാക്യമാണ് ഇത്. ഏത് ദിനാചരണത്തോടനുബന്ധിച്ചാണ് ലോകം ഈ സന്ദേശവാക്യം ഉയർത്തിപ്പിടിച്ചത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ജലദിനം, ഭൗമദിനം, വനദിനം, പരിസ്ഥിതി ദിനം. ഓപ്ഷൻ ഡി പരിസ്ഥിതി ദിനം. ഓപ്ഷൻ ഡി പരിസ്ഥിതി ദിനം. ആർ യു ഷുവർ? ഷുവർ? പെർഫെക്റ്റ് ആൻസർ ആണ്. പരിസ്ഥിതി ദിനം എന്ന് പറയുന്നൊരു ദിനം നിലവിൽ വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 1972 എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ വെച്ചിട്ട് അതിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ ഒരാൾ പറഞ്ഞു, ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞു, പരിസ്ഥിതി ദിനം എന്ന് പറഞ്ഞൊരു ദിനം വേണം എന്നുള്ളത്. അത് ജൂൺ 5-നായിരുന്നു. അങ്ങനെ 21ാമത് അജണ്ടയായിട്ട് എഴുതി ചേർത്തു അത് വേണം എന്നുള്ളത്. അങ്ങനെ തീരുമാനിക്കപ്പെട്ടതാണ് പരിസ്ഥിതി ദിനം. അതുകൊണ്ടാണ് ജൂൺ 5 ലോകം മുഴുവൻ പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി ചോദ്യം ജമിനിലേക്കാണ്. ജമിനി റെഡിയാണല്ലോ? ഓക്കെ. ചോദ്യം ഇതാണ്. 20ാമത് കോമൺവെൽത്ത് ഗെയിംസ് 2014 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഗ്ലാസ്ഗോയിൽ വെച്ച് നടന്നു. ഇന്ത്യക്ക് 5ാം സ്ഥാനം ലഭിച്ചു. ഗ്ലാസ്ഗോ ഏത് രാജ്യത്തിലെ പട്ടണമാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: അയർലൻഡ്, സ്കോട്ട്ലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, നെതർലാൻഡ്. സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡ്. തെറ്റിപ്പോയി. യഥാർത്ഥ ഉത്തരം സ്കോട്ട്ലൻഡ് ആണ്. സ്കോട്ട്ലൻഡ്.